ഹായ്, ചിരിച്ച് ഹാപ്പി ആയിട്ടിരിക്കണ്ടല്ലോ. നന്നായി ഉറങ്ങിയ രാത്രി? ഇന്നലെ രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയ? മഴയൊക്കെ ഉണ്ടല്ലോ അല്ലേ, നല്ല തണുപ്പ്, സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവും. അതാണ് ഇങ്ങനെ ചിരിച്ചിരിക്കണത് അല്ലേ. ഉറക്കം വരാത്ത കുട്ടികൾ എന്താണ് വെച്ചിട്ടുണ്ടാവുക, ഇങ്ങനെ ഇരിക്കും അല്ലേ. ഇത് നന്നായിട്ട് ചിരിച്ചിരിക്കുന്നുണ്ടല്ലേ, അപ്പോൾ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് എന്താ ചെയ്യേണ്ടത്? ഇന്നലത്തെ ക്ലാസ് കണ്ടില്ലേ, എന്താണ് ചെയ്യേണ്ടത്? കൗണ്ടിങ് പഠിക്കണം. എന്ത് ഉപകാരമാണ് കൗണ്ടിങ് പഠിച്ചാൽ അല്ലേ, വളരെ യൂസ്ഫുൾ അല്ലേ. ആരെങ്കിലും രണ്ട് ടോഫി ബോക്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏത് ബോക്സിലാണ് കൂടുതലുള്ളതെന്ന് എണ്ണി നോക്കാം അല്ലേ. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് അതൊക്കെ എണ്ണീട്ട് വേറെ എൻ്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടെന്ന് പറയാം അല്ലേ. റോഡിൽ കൂടെ നോക്കുമ്പോൾ എത്ര കാറ് പോയിട്ടുണ്ട് അതൊക്കെ കൗണ്ട് ചെയ്തിട്ട് ഇത്ര കാറ് പോയിട്ടുണ്ട് പറയുമ്പോൾ അച്ഛനും അമ്മയും കളിപ്പിച്ചു, കുട്ടി എണ്ണം പഠിച്ചോ അല്ലേ. പിന്നെന്തൊക്കെ ചെയ്യാം? പിന്നെ പെൻസിൽ ബോക്സ് എടുക്കുക, അതിൽ എത്ര പെൻസിലുണ്ട് നോക്കുക. അപ്പോൾ അടുത്തിരിക്കുന്ന കുട്ടിയുടെ എത്ര പെൻസിലുണ്ട്, അപ്പോൾ ആരുടെ കൂടുതൽ, ഇതൊക്കെ നോക്കിക്കൂടെ. അപ്പോൾ എന്തെല്ലാം ഉപകാരമുണ്ട്. അപ്പോൾ നമുക്ക് കൗണ്ടിങ് പഠിക്കുന്നല്ലേ, ഇഷ്ടമല്ലേ കൗണ്ടിങ് പഠിക്കാൻ? അപ്പോൾ നമുക്ക് കൗണ്ടിങ് എങ്ങനെയാണെന്ന് പഠിക്കാം. കൗണ്ടിങ് അഥവാ എണ്ണ, മലയാളത്തിൽ നമ്മൾ എന്താ പറയുക, എണ്ണാൻ പഠിക്കുക, കൗണ്ടിങ് പഠിക്കുക. നോക്കാം. അപ്പോൾ ഈ കൗണ്ടിങ് പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അതിന് ആദ്യം എന്താ വേണ്ടത്? ആദ്യം നമ്മൾ കൗണ്ട് ചെയ്യണ നമ്പറുകൾ ആദ്യം ഒന്ന് പറഞ്ഞു പഠിക്കണം. ആദ്യത്തെ നമ്പറുകൾ ഏതൊക്കെ? ഏറ്റവും ആദ്യത്തെ നമ്പർ ഏതാണ്? ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? 1. രണ്ടാമത്തെ നമ്പർ 2. ഇത് 3. ഇത് 4. അപ്പം ഇതാണ് 5. ഓക്കെ. അപ്പോൾ നമുക്ക് ഏതൊക്കെ നമ്പർ നമ്മൾ പറഞ്ഞത്? 1, 2, 3, 4, 5. ഈ നമ്പറുകൾ നമ്മളിങ്ങനെ പഠിക്കണം, ആദ്യം ചൊല്ലിപ്പഠിക്കണം. അപ്പോൾ എന്താ ചെയ്യുക? നമ്മളൊരു ട്യൂൺ ഇട്ടിട്ട് പറയാം, മറന്നു പോകാതിരിക്കാൻ. പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ നിന്ന് ആര് ചോദിച്ചാലും പറയാൻ വേണ്ടിയിട്ട് ഒരു ട്യൂൺ ഇട്ടിട്ട് പറയാം. എന്ത് ട്യൂൺ വേണമെങ്കിൽ എടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള ട്യൂൺ ഉണ്ടാക്കാം. ഞാനൊരു ട്യൂൺ ഉണ്ടാക്കട്ടെ. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്യൂൺ ഉണ്ടാക്കാം. പക്ഷെ എപ്പോൾ പറയുമ്പോഴേ അതിങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ എന്താണ് നമ്പേഴ്സ് പറയാനുള്ളത്? 1, 2, 3, 4, 5. ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും JP ട്യൂണിൽ നമ്മൾ പറഞ്ഞ് പഠിക്കാം. എങ്ങനെയാണ്? ഒന്നുകൂടി പറയൂ. പറയൂ. ശരിയാണല്ലോ, ഓർമ്മ വരുന്നുണ്ടോ? ഒന്നുകൂടി പറയൂ. 1, 2, 3, 4, 5 അല്ലേ. ഇനി ഇതന്നെ മലയാളത്തിലാണ്. എന്താ പറയുക, മലയാളത്തിൽ എങ്ങനെയാണെന്ന് അറിയുമോ? ഇതിൻ്റെ പേരാണ് 1. ഇത് 2. ഇത് 3. ഇത് 4. ഇതോ 5. അതായത് 5. ഇത് ഇംഗ്ലീഷിൽ നമ്മൾ 5, ഇത് മലയാളത്തിൽ 5 ഇതല്ലേ. അപ്പോൾ ഒന്നും കൂടെ ചൊല്ലി നോക്കൂ. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. ആ ട്യൂണിൽ ചെല്ലിയാൽ മതി. ഓക്കെ. ഇനി ഒന്ന് ചൊല്ലി നോക്കൂ, അതേ ട്യൂണിലും ചൊല്ലി നോക്കൂ, കേൾക്കട്ടെ. ശരിയായി. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചൊല്ലി നോക്കണം. എന്താണ് ട്യൂണ്? 1, 2, 3, 4, 5. മലയാളത്തിലാവുമ്പോൾ 1, 2, 3, 4, 5.
1 2 3 4 5 ഇങ്ങനെ പാട്ടുമായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഓർമ്മിക്കാൻ പറ്റും. എവിടുന്ന് കൗണ്ടിങ് ഒന്ന് കൗണ്ട് ചെയ്ത് കാണിച്ചതെന്ന് പറഞ്ഞാൽ 1 2 3 4 5 പിടിയിട്ടില്ലേ? ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ കൗണ്ടിങ് 5 നമ്പേഴ്സ് പഠിച്ചില്ലേ? 1 2 3 4 5. ഈ 1 2 3 4 5 ആരൊക്കെയാണ് നമുക്ക് നോക്കാം. റൈറ്റ് ചെയ്യുമ്പോൾ, എഴുതുമ്പോൾ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയണ്ടേ? നമ്മൾ വായോണ്ട് പറയുന്നത് മാത്രം തന്നെ എഴുതുമ്പോഴും എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന് ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടാം. ആദ്യം ആരെ പരിചയപ്പെടാം? 1നെ പരിചയപ്പെടാം. 1 ഈ നിൽക്കുന്ന ആളാണ് 1. കണ്ടോ? ഇതെങ്ങനെ നിൽക്കണില്ലേ? 1 ആണ് നിൽക്കുന്നത്. 1. ഇതോ? ഇതാണ് 2. 2 ആണ് ഈ നിൽക്കുന്നത്. കണ്ടോ? 2. ഈ നിൽക്കുന്നതാണ്, പറയൂ, ആരായിരിക്കും? 1ഉം 2ഉം കഴിഞ്ഞ പിന്നെ ആരായിരിക്കും? 3. ഈ നിൽക്കുന്നതാണ് 3. അപ്പോൾ പിന്നെ അടുത്തത് ആരാണ്? ഈ നിൽക്കുന്ന ആൾ പിടിയിട്ടില്ലേ? ആരാണ്? ഇയാളാണ് 4. പിന്നെ നമുക്കറിയാം 1 2 3 4 5. ഏറ്റവും അവസാനത്തെ ആൾ 5. അപ്പോൾ ഇതാണ് 5. ഈ നിൽക്കുന്നതാണ് നമ്മുടെ 5. ശ്രദ്ധിച്ചില്ലേ? 1 2 3 4 5. ഇത് മലയാളത്തിലാണെങ്കിൽ എന്താ പറയുക? 1 2 3. ഇത് 4. ഇതോ? ഇതാണ് നമ്മുടെ 5. 1 2 3 4 5. 1 2 3 4 5. പഠിച്ചില്ലേ? ഇനി ഇതെങ്ങനെ നമ്മൾ ക്ലാസ് കഴിഞ്ഞാലും കളിക്കണതിൻ്റെ ഇടയിലൊക്കെ അങ്ങനെ ഓർക്കുക. എന്ത്? 2 ഓർക്കുക. 5 വരെ 1 2 3 4 5. 1 2 3 4 5. കളിക്കണതിൻ്റെ ഇടയിലൊക്കെ ഈ ഒരു ട്യൂൺ വെച്ചിട്ട് പലതവണ പറയുമ്പോൾ നമുക്ക് തലയിൽ അതിങ്ങനെ പതിയും. ശരിയാണ്. പിന്നെ ഇത് ഓരോന്ന് കണ്ടാലും മനസ്സിലാക്കണം. ഇതേതാണ്? അവസാനത്തെ ആള് 5. ഇതാര്? 4. ഇത് 3. ഇത് 2. ഇത് 1. വളരെ സിമ്പിൾ അല്ലേ? ഇനി എന്താ വേണ്ടത്? ഇനി ഇതൊക്കെ ഓരോന്നും എത്രയാണെന്ന് നമ്മൾ പഠിക്കണം. ഇങ്ങനെ കാണിച്ചു. ഇത് എത്ര പേനയുണ്ട് നമുക്കറിയാം അല്ലേ? ഇത് എത്ര പേനയാണ്? 1 അല്ലേ? 1 എന്ന് ഇംഗ്ലീഷിൽ പറയും, മലയാളത്തിൽ 1. ഇത് 1 ആണ്. ഒരെണ്ണേ ഉള്ളൂ കേട്ടോ, ഒരെണ്ണം. ഇങ്ങനെ കാണിച്ചാലോ? എത്ര പേനയുണ്ട്? ഇതാണ് 2. ഇത് 1, ഇത് 1, ഇത് 2. 2 പെൻസ് അല്ലേ? 1 2 2 പേന, 2 പെൻസ്. ഇങ്ങനെ ഓരോന്ന് കാണുമ്പോഴും നമ്മൾ പറയണം. അപ്പോൾ എനിക്ക് എത്ര ചെവിയുണ്ട്? ഇയേഴ്സ് എത്രയുണ്ട്? 1 2. അപ്പോൾ 2 ഇയേഴ്സ്. എണ്ണം പഠിക്കല്ലേ? നോസ് എത്രയുണ്ട്? 1 2 വേറെ ഉണ്ടോ? ഇല്ല. ഇപ്പുറത്തുണ്ടോ? ഇല്ല. അപ്പോൾ എത്ര നോസ് ഉണ്ട്? 1 നോസേ ഉള്ളൂ. ഉണ്ടോ? ഐസ് എത്രയുണ്ട്? ഇത് 1, ഇത് 2. അപ്പോൾ എനിക്ക് 2 ഐസ് ഉണ്ട്. 2 ഐസ്. ഇതെത്രയുണ്ട് പറയാമോ? ഇപ്പം എത്ര ഫിംഗേഴ്സ് ഞാനിങ്ങനെ നിവർത്തി വെച്ചിട്ടുണ്ട് പറയാമോ? പറയാം. എങ്ങനെയാണ്? 1 2 3 ഫിംഗേഴ്സ് അല്ലേ? ഇപ്പോൾ ഇവിടെ ലൈൻസ് വരച്ചിട്ടുണ്ട് അല്ലേ? എത്ര ലൈൻസ് ഞാൻ വരച്ചു?
എത്ര ലൈൻസ് ഞാൻ വരച്ചു? എങ്ങനെ ഉത്തരം പറയുക? നമ്മൾ കൗണ്ട് ചെയ്യണം അല്ലേ? എങ്ങനെ കൗണ്ട് ചെയ്യുക? ഇതേ സാധനം ഓരോന്ന് തൊടുമ്പോഴും ആ നമ്പർ പറയണം. 1 2 3 4 5. അപ്പോൾ ഇവിടെ ഇത് 1, ഇത് തൊടുമ്പോൾ 2, ഇതവിടെ 1 2 3 4, 1 2 3 4, 5 ഇല്ല. അപ്പോൾ 1 2 3 4, 1 2 3 4. അപ്പോൾ ഈ എത്ര ലൈൻ വരച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൗണ്ട് ചെയ്തു. 1 2 3 4 ലൈൻസ് ഉണ്ട് പറഞ്ഞു. പിടികിട്ടില്ലേ? ഇതാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ രണ്ടെണ്ണം അതായത് നോക്കൂ, ഈ സർക്കിൾ വരച്ചു, കാണണല്ലേ? ഇത് എത്ര സർക്കിളുണ്ട്, എത്ര വട്ടമുണ്ട്, എത്ര റിങ് ഉണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റിങ്ങാന്ന് വിചാരിക്കാം. അപ്പോൾ എത്ര റിങ് ഉണ്ട്? എങ്ങനെ നമ്മൾ ചെയ്യുക? ഇംഗ്ലീഷിലാണെങ്കിൽ 1 2 3 റിങ്സ് ആണത് അല്ലേ? 3 റിങ് ഉണ്ട്. മലയാളത്തിലാണെങ്കിൽ 1 2 3. അപ്പോൾ 3 റിങ്സ് ഉണ്ട് ഇതിൽ. നല്ല രസമല്ലേ പഠിക്കാൻ? ഇങ്ങനെ നമുക്ക് പഠിക്കാം കേട്ടോ. ഇനിയും പഠിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കാം അല്ലേ? അടുപ്പിച്ചിരുന്ന് പഠിച്ചാൽ ബോറാവില്ലേ? ഇനി നമുക്ക് നാളെ പഠിക്കാം. ഇനിയും സമയമുണ്ടല്ലോ. ഇന്ന് പോയി കളിക്കുക, കളി കഴിഞ്ഞ് വന്ന് നന്നായിട്ട് ഉറങ്ങുക. അത് കഴിഞ്ഞ് നാളെ കുളിച്ച് ഫ്രഷായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. അപ്പോൾ നാളെ നമ്മൾ കാണുന്നവരേക്കും ബൈ.